ബ്ലാക്ക് ക്ലവർ എന്ന ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ 11ാമത്തെ എപ്പിസോഡാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിനു മുമ്പുള്ള എപ്പിസോഡ് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും പോയി കാണുക. അത് എൻ്റെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ തുടങ്ങുക. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലോട്ടേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് സുഗഹിറോനെയാണ്. ഈ പേരുകൾ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളൊക്കെ കാണുക. അപ്പോൾ അയാൾ പറയുകയാണ്, എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന്. അപ്പോൾ ആസ്ത പറയുകയാണ്, ഹേയ് ക്യാപ്റ്റൻ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് ചിരിക്കാനായിട്ട് പറ്റിയൊരു കാര്യമല്ല. അപ്പോൾ സുഗഹിറോ പറയും, പിന്നെന്താ, ഞാൻ എല്ലാവരെയും പോലെ ഡിപ്രസ് ആയിട്ടിരിക്കണോ? അപ്പോൾ ബാങ്ക് പറയും, അതെ സാർ, നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഓൾഡ് മാൻ സഹിക്ക് എല്ലാവരും ഹാപ്പിയോ എനർജറ്റിക്കോ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോഴേക്കും അവൻ വീണ്ടും പറയും, നിങ്ങൾ എല്ലാവരും ചിരിച്ചോണ്ടിരിക്കാനായിട്ട് പറയും. എന്നിട്ട് അവനും അങ്ങനെ ചിരിക്കും. അപ്പോൾ സുഗഹിറോ പറയും, നിങ്ങൾക്ക് മൂന്നുപേർക്കും ഇപ്പോൾ ഒരു വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ അതിൽ അഭിമാനിക്കണം. എന്നിട്ട് മാഗ്ന പറയും, യെസ് സാർ എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരത്തെ രീതിയിൽ കൈപിടിക്കും. അപ്പോഴത്തേക്കും ആസ്ത ചോദിക്കും, അതെന്താ? അപ്പൊ മാഗ്ന പറയും, എടാ മണ്ട, നിനക്ക് ഇതുവരെയായിട്ടും എങ്ങനെയാണ് മാജിക് നൈറ്റ്സ് സല്യൂട്ട് അടിക്കുന്നതെന്ന് പോലും അറിയത്തില്ല എന്ന് പറയും. ഇത് ശ്രദ്ധിച്ചു നോക്കടാ, ഈ 2 വിരലുകൾ ക്ലവറിനെയാണ് സൂചിപ്പിക്കുന്നത്. നീയും ഇങ്ങനെ ചെയ്തു നോക്ക ആസ്ത എന്ന് അവൻ പറയും. അപ്പൊ ആസ്തയും അതുപോലെ ചെയ്യും. അപ്പൊ അവരുടെ പുറകിലൊരു പോർട്ടൽ ഓൺ ആകും. അതിലൂടെ റൗള കേസും വെനീസയും വരും. എന്നിട്ട് അവർ പറയും, ക്യാപ്റ്റൻ, ഞങ്ങൾ ആ മാജിക് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ടേക്ക് പോയായിരുന്നു. അപ്പോൾ സുഗഹിറോ ചോദിക്കും, നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചോ? അപ്പോൾ മാഗ്ന ചോദിക്കും, നിങ്ങൾക്ക് മനസ്സിലായോ അവരാരൊക്കെയാണെന്ന്? ഇവൻ പറയുന്ന വേറെ ആരെയുമല്ല, ലോർഡ് ഹീത്തൊക്കെ ഇല്ലേ, അവരെക്കുറിച്ചാണ്. അപ്പോൾ വെനീസ് പറയും, ഞങ്ങൾ ആ ലാസ്റ്റ് അവർ ഇട്ടടിച്ചും പോയ ആ സാധനം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു, പക്ഷേ അതിൽ നിന്ന് ഒരു ക്ലൂവും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ മാഗ്നയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് അവനൊരു ഫയർ ബോൾ ഉണ്ടാക്കിയിട്ട് ആ ഭിത്തി ഫുള്ള് പൊളിക്കും. അപ്പോഴത്തേക്കും ആണെങ്കിൽ സുഗഹിറോക്ക് ദേഷ്യം വന്നിട്ട് പറയും, നിങ്ങളെല്ലാം തകർക്കുവാണാടാന്ന് പറഞ്ഞിട്ട് ഒറ്റ ഇടി അങ്ങ് ഭിത്തിക്കിട്ട് കൊടുക്കും. അപ്പോൾ ആ ഭിത്തി ഫുള്ള് പൊളിഞ്ഞു. അപ്പോൾ റോള കേസ് വിഷയം മാറ്റിയിട്ട് പറയും, അവരുടെ ആ വാച്ച് ശരിക്കും കോസ്റ്റ്ലി ആണെന്ന് തോന്നുന്നു. അപ്പോൾ വെനീസ് പറയും, ശരിയാണ്, അവർ ഭയങ്കര ഹൈ സ്റ്റാറ്റസ് ഉള്ളവരാണെന്ന്. അപ്പോൾ സുഗഹിറോ പറയും, ശരി കേക്ക്, അവരെത്ര വലിയവരാണെങ്കിലും ശരി, എനിക്കതൊരു കാര്യമേ അല്ല. നമുക്കിത് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ കൊടുക്കാം. അവരുടെ റിപ്പോർട്ട്സിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുമാത്രമല്ല, എൻ്റെ കയ്യിൽ കുറച്ച് ഗുഡ് ന്യൂസും ഉണ്ട്. അപ്പോൾ അവർ ചോദിക്കും, എന്ത് ഗുഡ് ന്യൂസോ? അപ്പോൾ സുഗഹിറോ പറയും, അതെ ഉണ്ട്, നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും വിസാർഡ് കിങ് അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ ആസ്ത ചോദിക്കും, എന്ത് വിസാർഡ് കിങ്ങോ? അപ്പോൾ സുഗഹിറോ പറയും, അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റാറും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും സന്തോഷത്തോടെ, എന്ത് ശരിക്കും എന്നൊക്കെ ചോദിക്കും. ആസ്ത ആണെങ്കിൽ എന്നൊക്കെ പറയും. എന്നിട്ട് അവൻ പറയും, അല്ല, ഈ സ്റ്റാർസ് എന്ന് വെച്ചാൽ എന്തുവാ? അപ്പോൾ മാഗ്ന പറയും, നിനക്കറിയത്തില്ലെങ്കിൽ പിന്നെ എന്തുവാണ് നീ ഇത്രയും നേരം കാണിച്ചുകൊണ്ടിരുന്നതെന്ന്. അപ്പോൾ വെനീസ് പറയും, ഈ സ്റ്റാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസാർഡ് കിങ്സ് നമുക്ക് ഒരു ഗിഫ്റ്റായിട്ട് തരുന്നതാണ്. ഗിഫ്റ്റല്ല, നമ്മൾ ഇത്രത്തോളം വർക്ക്സ് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ അതൊരു ഹോണറബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന്. ഇപ്പോൾ മാജിക് നൈറ്റ്സിൻ്റെ കുറേ സ്ക്വാഡ്സും ഇതിനു വേണ്ടിയിട്ട് കുറേ കോമ്പറ്റീഷനൊക്കെ നടത്തുന്നുണ്ട്. അവർക്കൊക്കെ കുറേ സ്റ്റാർസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു സ്ക്വാഡിന് എത്രത്തോളം സ്റ്റാർസ് ഉണ്ടോ അതിൻ്റെ അടുത്ത് അവർ അത്രത്തോളം വർക്ക്സ് ചെയ്തിട്ടുണ്ടെന്നാണ്. നമ്മുടെ ഗോൾഡൻ ഡോൺ സ്ക്വാഡില്ലേ, അവർക്കാണ് ഏറ്റവും കൂടുതലും സ്റ്റാർസ് ഉള്ളത്. അവരുടെ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ 70 സ്റ്റാർസ് ഉണ്ട്. അപ്പോൾ ആസ്ത പറയും, എന്ത് 70? അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ബുൾസിന് എത്ര എണ്ണം ഉണ്ട്? നമുക്കൊരിക്കലും ആ ഗോൾഡൻ ഡോണിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ആസ്ത പറയുന്നുണ്ട്. അതുപോലെ ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, ഞാനിപ്പോൾ സംസാരിക്കുന്ന രീതിയിലല്ല അവൻ സംസാരിക്കുന്നത്. അവൻ ഭയങ്കര ഉച്ചത്തിൽ ഭയങ്കര ശബ്ദത്തിലൊക്കെയാണ് സംസാരിക്കുന്നത്. ആസ്ത ആ സൗണ്ട് ഞാൻ കേൾപ്പിക്കാം. ഇതാണ് അവൻ്റെ റിയൽ സൗണ്ട്. പിന്നെ യാമി സുഗഹിറോയുടെ സൗണ്ട്. എന്നിട്ട് സുഗഹിറോ പറയും, നമുക്കോ 30 എണ്ണം കൂടി ഇനി ബാക്കിയായിട്ട്, നമുക്ക് ഗോൾഡൻ ഡോണിനെക്കാട്ടിലും 100 എണ്ണം കുറവാണെന്നേ ഉള്ളൂ. അപ്പോൾ ആസ്വയ്ക്ക്, എന്ത് 100 എണ്ണമാ? അവൻ പെട്ടെന്ന് യൂണോനെ പറ്റി ചിന്തിക്കും. കാരണം യൂണോ ഗോൾഡൻ ഡോണിലാണല്ലോ. അയ്യോ, യൂണോ എന്നെ കോപ്പിക്കുക എന്നും പറഞ്ഞ് ചിന്തിക്കും. എന്നിട്ട് സുഗഹിറോ പറയും, പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ശമ്പളം കിട്ടാൻ പോവുകയാണെന്ന്. അപ്പോൾ ആസ്വയ്ക്കും, എന്ത് ശമ്പളമോ? ഇത്രയോ? ഇത് 2 ലക്ഷത്തിനടുത്തുണ്ടല്ലോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും, അതായത് ഈ ബ്ലാക്ക് ബുൾസിലുള്ള എല്ലാ ആൾക്കാരും, താങ്ക് യു ക്യാപ്റ്റൻ, നിങ്ങളാണ് ഏറ്റവും നല്ലതെന്നൊക്കെ പറയും. എനിക്കറിയാത്ത കാര്യം, ഇവരൊക്കെ ഇത്ര പെട്ടെന്ന് എവിടുന്ന് കയറി വന്നു? ശമ്പളമൊന്നും കേട്ടതുകൊണ്ടായിരിക്കും. എന്നിട്ട് അവരെല്ലാവരും അരികാത്തോ, അതായത് താങ്ക്സ് ഒക്കെ പറയും. ആ ടൈമിൽ ആസ്ത സിസ്റ്റർ ലില്ലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വേറൊന്നുമല്ല, സിസ്റ്റർ ലില്ലിൻ്റെ അത്രയും നന്നായിട്ട് ആർക്കും കുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അപ്പോഴത്തേക്കും ആണെങ്കിൽ നോയൽ ചോദിക്കും, അത് ആരാണെന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും ആസ്ത പറയും, അത് ഞാൻ ഒരിക്കൽ കെട്ടാൻ പോകുന്ന ആളാണെന്ന്. അപ്പോൾ അവർ ചുമ്മാ തമാശക്കൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് വെനീസ വരും.
വെനീസ വന്നിട്ട് ചോദിക്കും, നിങ്ങളെന്താണ് ഈ ഫസ്റ്റത്തെ ശമ്പളം വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കും. പിന്നീട് നിങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ വരുന്നുണ്ടെന്നൊക്കെ വെറുതെ അങ്ങ് ചോദിക്കും. ശേഷം കാണിക്കുന്ന അവൻ സിസ്റ്റർ ലില്ലിക്കും പിന്നീട് ആ ഹേജ് വില്ലേജിലുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടൊരു കത്തെഴുതുകയാണ്. പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. ആസ്തേൻ്റെ അടുത്ത് മാഗ്ന പറയുകയാണ്, ഏയ് ആസ്ത, നീ ഇവിടെ നിൽക്കേ. അപ്പോഴത്തേക്കും ആസ്ത ചോദിക്കും, എന്തിന്, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേക്കും മാഗ്ന പറയും, ഇപ്പം കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ആസ്തയുടെ തലയിലൊരു ആപ്പിൾ അങ്ങ് വയ്ക്കും. എടാ അനങ്ങല്ലേ, നീ കേട്ടാ എന്ന് പറഞ്ഞിട്ട് ഫ്ലെയിം മാജിക് എക്സ്പ്ലോഡിങ് ഫയർ ബോൾ എന്ന് പറഞ്ഞിട്ട് ഒരു അറ്റാക്ക് അവൻ യൂസ് ചെയ്യും. എന്നിട്ട് ആ ആപ്പിളിൽ കറക്റ്റ് അങ്ങ് കൊള്ളിപ്പിക്കും. പക്ഷേ ആസ്തയുടെ തല ഫുള്ള് തീ കൊണ്ട് കത്തിപ്പോകും. അപ്പോഴത്തേക്കും മാഗ്ന പറയും, ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞല്ലടാ അനങ്ങല്ലേ എന്ന്. എന്നിട്ടാണെങ്കിൽ ആസ്ത എഴുതുന്ന കത്തിലോട്ടേക്ക് പോവുകയാണ്. അവൻ പറയും, ഓ അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് മിഷൻ കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ കഴിവ് കൊണ്ട് ആ വിസാർഡ് കിങ് എനിക്കൊരു സ്റ്റാറും തന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ അടുത്ത മാസം തന്നെ ഒരു വിസാർഡ് കിങ് ആകുമായിരിക്കുമെന്ന്. അങ്ങനെ ഞാനൊരു വിസാർഡ് കിങ് ആയതിനു ശേഷം സിസ്റ്റർ ലില്ലി, നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണമെന്ന് അവൻ പറയുകയാണ്. അങ്ങനെ അവൻ ആ കത്തൊക്കെ എഴുതിയിട്ട് അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൻ പറയും, ഓ എനിക്ക് തോന്നുന്നു ആ സിസ്റ്റർ ലില്ലി ഇത് കണ്ടിട്ട് കണ്ണ് നിറയുമായിരിക്കുമെന്ന്. ശേഷം കാണിക്കുന്നത് ആസ്ത വിൻഡോയിലൂടെ പുറത്തോട്ടേക്ക് നോക്കുന്നു. വേറൊന്നിനെയുമല്ല, കാസിൽ ടൗണിനെയാണ്. അവിടെയാണല്ലോ വിസാർഡ് കിങ്സ് ഒക്കെ ഉള്ളത്. ശേഷം ആസ്തയും കൂട്ടുകാരും കാസിൽ ടൗണിലോട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. അതെ, അന്ന് നടന്നതുപോലെ തന്നെ അവരിവിടെയൊക്കെ ഫുള്ള് ചുറ്റിക്കറങ്ങുന്നുണ്ട്. അങ്ങനെ ആസ്ത പഴയ ഓർമ്മകളൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ ഇവിടെ കുറേ ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇവർ മാത്രമല്ല, ബ്ലാക്ക് ബുൾസിലുള്ള മിക്ക ആൾക്കാരും ഇവിടെയുണ്ട്. എന്നിട്ട് വെനീസ പറയും, നമ്മളെന്തായാലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്, അപ്പം നമുക്കിനി കുറച്ച് പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലത്ത് പോയാലോ എന്ന് ചോദിക്കും. അങ്ങനെ വെനീസയാണെങ്കിൽ ഒരു വോളിലൂടെ അപ്പുറത്തോട്ടേക്ക് ഡിസോൾവ് ആയി പോകുന്ന പോലെ പോകും. അപ്പോഴത്തേക്കും അത് കാണുന്നവരൊക്കെ ഞെട്ടിപ്പോകും. അപ്പോഴത്തേക്കും വെനീസ പറയും, നിങ്ങളിങ്ങോട്ട് വന്നാൽ നിങ്ങൾക്കൊന്നും പറ്റത്തില്ലെന്ന് പറയും. അങ്ങനെ അവരും അങ്ങോട്ടേക്ക് എത്തും. ഇതാണ് ബ്ലാക്ക് മാർക്കറ്റ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ കിട്ടും. പിന്നെ ഈ സ്ഥലവേ ഡേഞ്ചറസ് ആണ്. ഇവിടെ കുറേ പോഷൻസൊക്കെ കിട്ടും. അതായത് കുറേ മാജിക്കായിട്ടുള്ള ലിക്വിഡ്സൊക്കെ, അത് വെച്ചിട്ട് ആര് വേണമെങ്കിൽ ശപിക്കാം. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. ഇതാണ് ബ്ലാക്ക് മാർക്കറ്റ്. ആസ്തയാണെങ്കിൽ ഇവിടെ ഫുള്ള് കറങ്ങിയടിച്ച് നടന്നുകൊണ്ടിരിക്കുക. ശേഷം കാണിക്കുന്ന മാഗ്നയാണ്. അതെ, മാഗ്ന ഇവിടെ ഉണ്ട്. അപ്പം മാഗ്ന അങ്ങോട്ട് നടന്നു പോകുകയാണ്. അത് കണ്ടിട്ട് ആസ്ത പറയും, അയ്യോ ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ശേഷം കാണിക്കുന്ന വേറൊരാളെയാണ്. അയാൾ പറയും, ഞാനിപ്പോൾ വീണ്ടും തോറ്റു, ബഹാ. നിങ്ങൾക്ക് ഇയാളെ അറിയാമല്ലോ, അതെ, സീക്ക്. മിക്കവാറും നിങ്ങൾ മറന്നു കാണും. അതെ, കുറച്ച് മുമ്പത്തെ എപ്പിസോഡ്സിലുള്ളതാണ്. ഇയാൾ സീക്ക് എന്ന് പറയുന്ന ഒരാളാണ്, സീക്ക് ബ്രാൻസസ. ഇയാൾ ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു മജീഷ്യനായിരുന്നു. പക്ഷേ ആസ്ത ഇയാളെ തോൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കതൊക്കെ കാണണമെങ്കിൽ ഒന്നുകൂടെ അതൊന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി, എൻ്റെ ആ ഒരു എപ്പിസോഡ്. ആ എപ്പിസോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4th എപ്പിസോഡാണ്. അപ്പോൾ സീക്ക് ആണെങ്കിൽ തോറ്റ വിഷമത്തിലാണെങ്കിൽ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ത് പൊട്ടത്തരമാണ് കാണിച്ചത്, എൻ്റെ പൈസ എല്ലാം വെറുതെ പോയി. ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് എൻ്റെ ക്യാപ്റ്റൻ തന്ന ജോലിയും ചെയ്യണം. അയ്യോ വേണ്ട, ക്യാപ്റ്റൻ അത് ചെയ്തില്ലെങ്കിൽ എല്ലാം കൊല്ലുവേ. ക്യാപ്റ്റൻ വേറെ ആരുമല്ല, മറ്റേ ജാക്ക് ദ റിപ്പർ, മറ്റേ ഗ്രീൻ പ്രൈങ് മാൻഡീസസ് ഇല്ലേ, അവിടെയാണ് ഇവൻ വന്ന് പെട്ടിരിക്കുന്നത്. അങ്ങനെ ഇവൻ പോകുമ്പോഴത്തേക്കും ആണെങ്കിൽ ലേഡി നോയലിനെയും വെനീസനെയും കാണും. എന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആസ്ത പുറകെ ഓടി വന്നിട്ട്, എനിക്ക് എന്തോ കിട്ടിയിരിക്കുന്നതെന്ന് കണ്ടോ എന്ന് പറയും. അപ്പോഴത്തേക്കും സീക്ക് ചിന്തിക്കും, ഇതവനല്ലേ, എടാ വൃത്തികെട്ടവനെ. അപ്പം ആസ്ത പെട്ടെന്ന് നോക്കിയിട്ട് പറയും, ബഹാ. അത് കാരണം വേറൊന്നുമില്ല, ഈ സീക്ക് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന ബഹാ എന്നല്ലേ, അതുകൊണ്ട് അവൻ വിളിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ സീക്ക് പറയും, എൻ്റെ പേര് സീക്ക് എന്നാടാ, ബഹാ എന്നല്ലെന്ന്. അപ്പോഴത്തേക്കും ആസ്ത പറയും, നിനക്ക് എന്തൊക്കെയുണ്ട് വിശേഷം ബഹാ. അപ്പോഴത്തേക്കും അവൻ വീണ്ടും പറയും, എൻ്റെ പേര് ബഹാ എന്നാണ്, എൻ്റെ പേര് സീക്ക് എന്നാണ് എന്ന് പറയും. അപ്പോൾ നോലി ചോദിക്കും, ഇതാരാന്ന്. അപ്പോൾ ആസ്ത പറയും, ഇതെൻ്റെ കൂടെ എൻട്രൻസ് എക്സാമിനുണ്ടായിരുന്ന ഒരാളാണെന്ന് പറയും. ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ സീക്കിന് ഭയങ്കരമായിട്ട് അസൂയ തോന്നുന്നുണ്ട്. കാരണം ഇവൻ്റെ കൂടെ 2 പെണ്ണുങ്ങൾ, ആസ്ത എന്നൊക്കെ ഇവൻ ചിന്തിക്കും. ശേഷം കാണിക്കുന്ന ഒരു മുത്തശ്ശി ബാഗിനകത്ത് കുറേ പൈസയായിട്ട് പോവുകയാണ്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരാൾ അത് പിടിച്ചെടുത്തോണ്ട് ഓടുമ്പോഴത്തേക്ക് മുത്തശ്ശി പറയും, എടാ കള്ള, നീ അവിടെ നിൽക്കടാ, എൻ്റെ പൈസ താടാന്ന് പറയും. പെട്ടെന്നാണെങ്കിൽ ആസ്ത അത് വേണ്ടിയിട്ട് പുറകെ ഓടും.